കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെയാണ് വെസ്റ്റ് മാമ്പറ്റയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് അനുമതി ലഭിച്ചിരുന്നത്. ഇടയ്ക്ക് മാസങ്ങളോളം നിലച്ച പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കരാറെടുത്ത ആദ്യഘട്ട നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തി. ഫുട്ബോൾ ടർഫ് മൈതാനം, സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണ ചുമതല മറ്റൊരു കമ്പനിക്കാണ്. ഇതിന്റെ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്നാണ് സൂചന. 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിലാണ് 6.5 കോടിയോളം രൂപ ചെലവഴിച്ച് സ്റ്റേഡിയം നിർമ്മിച്ചത്. 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടർഫ്, ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ കോർട്ട്, കാലറി, ഡ്രസ് ചേഞ്ചിങ് റൂം, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കായിക സ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവഹണ ഏജൻസിയായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ശൗചാലയവും ഡ്രസ്സിംഗ് റൂമും അടങ്ങുന്ന കെട്ടിടം, ഒഫീഷ്യൽസിന്റെ വിശ്രമമുറി, മഴവെള്ള സംഭരണി, ടർഫിന്റെയും സിന്തറ്റിക് ട്രാക്കിന്റെയും നിർമ്മാണം എന്നിവ അന്തിമഘട്ടത്തിലെത്തി. ചുറ്റുമതിൽ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ചുമതലയാണ് ULCCയുള്ളത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഫുട്ബോൾ ടർഫ്, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി മൈതാനം മറ്റൊരു കമ്പനിക്ക് കൈമാറും. ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.